നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 16 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചാരണം സജീവമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും സജീവമാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടകനായി എത്തുന്നത്. പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധിയും എത്തിയേക്കും. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, എന്താ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ചൂടോടെ കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ സജീവമായിരിക്കുകയാണ്. മുന്നണികൾ ഒപ്പം സ്ഥാനാർത്ഥികളൊക്കെ ആ ചൂടോടുകൂടി തന്നെ അങ്ങ് മുന്നോട്ട് പോവുകയാണല്ലേ. ഇനിയിപ്പോൾ ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ ആ ഒരു പ്രചാരണം അത് ഏതൊക്കെ ഘട്ടത്തിലാണ്, എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് വെങ്കടേഷ്. അതായത് നിലമ്പൂരിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ, വോട്ടെടുപ്പ് നടക്കാൻ വെറും 16 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ പൂർണ്ണമായും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചാരണം അത് പഞ്ചായത്ത് തല പ്രചാരണമാണ്. ഇതിലേറ്റവും പ്രധാനം ഇന്ന് രാവിലെ 8:30 പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിലാണ് ഈ പഞ്ചായത്ത് തല പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനം. ഇന്നലെ നമ്മൾ കണ്ടതാണ് UDF കൺവെൻഷൻ. വലിയ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. നിരവധി പ്രവർത്തകരെത്തി, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തി. പക്ഷേ അപ്പോഴും ഒരു വിവാദമുണ്ടായിരുന്നു. അത് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ആരും തന്നെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ സാദിഖ് അലി തങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയാണ്. മറ്റ് പാണക്കാട് കുടുംബത്തിലുള്ള മറ്റുള്ളവർ അവർ ഓരോ തിരക്കിലാണ് എന്ന വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ വിവാദമായിട്ടുണ്ട്. സാധാരണ രീതിയിൽ പാണക്കാട് കുടുംബത്തിലെ ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റേ ആരെങ്കിലും ചുമതലപ്പെടുത്തി അവർ പങ്കെടുക്കുന്ന ഒരു പതിവുണ്ട്, പ്രത്യേകിച്ച് ഇത്തരം തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ. പക്ഷേ ഇന്നലെ ആ കുടുംബത്തിലെ ആരും തന്നെ പങ്കെടുത്തില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ മുസ്ലിം ലീഗ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം അവർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന പഞ്ചായത്ത് തല പരിപാടിയിലേക്ക് പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇന്ന് പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8:30 പോത്തുകളിലാണ് പരിപാടി. അതിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള അബ്ബാസ് അലി തങ്ങൾ പങ്കെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നേരത്തെ മുൻപ് ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ വിട്ടുനിൽക്കലിനെ ചിലർ വ്യാഖ്യാനിച്ചിരുന്നു. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം വിവാദങ്ങൾക്ക് ഇട നൽകേണ്ട എന്നാണ് UDFിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അബ്ബാസ് അലി തങ്ങൾ ഇന്ന് പങ്കെടുക്കാൻ പോകുന്നത്. അർജുൻ, പറഞ്ഞു വരുമ്പോൾ ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്, പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമാണ് UDF അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി എത്തിയേക്കുമെന്ന് പറയുന്നു. അത് എന്ന് എത്തും, മറ്റു വിവരങ്ങളുണ്ടോ? അതിൽ തീയതി വ്യക്തമല്ല. സാധാരണ രീതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പതിവില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന പതിവില്ല. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദേശീയ നേതാക്കളെ അടക്കം അണിനിരത്താൻ ഒരുങ്ങുന്നത്. ഒരു ഘട്ടത്തിൽ ഇതൊരു ഏകപക്ഷീയമായ മത്സരമായേക്കാം എന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ മുന്നണികൾ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാത്രവുമല്ല PV അൻവർ കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ഇത് വലിയ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. മാത്രവുമല്ല അത്തരത്തിൽ വീറിറ്റ പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി അടക്കം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഏതാണ്ട് 65,000-ഓളം ഭൂരിപക്ഷം നൽകിയ ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. ഇന്നലെ UDF കൺവെൻഷനിൽ നേതാക്കളൊക്കെ തന്നെ ഒരുപോലെ പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ ഭൂരിപക്ഷത്തിനോട് അടുത്തുള്ള ഒരു ഭൂരിപക്ഷമെങ്കിലും ഈ സ്ഥാനാർത്ഥിക്ക് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നടക്കമായിരുന്നു പല നേതാക്കളും പ്രതികരിച്ചത്. എന്തായാലും സ്വരാജ് കൂടി വന്നതോടുകൂടി, മത്സരം കനത്തതോടുകൂടി സ്വാഭാവികമായും ഒരു വീറിട്ട പോരാട്ടം ഉറപ്പാണ്. മാത്രവുമല്ല PV അൻവർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി സ്വാഭാവികമായും UDF വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാകുമോ എന്നൊരു വിലയിരുത്തലുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതാക്കളെ അടക്കം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പ്രിയങ്ക ഗാന്ധിയും ഒരു പക്ഷേ ഈ പ്രചാരണത്തിന് എത്തുക. ഏത് ദിവസമാണ് എത്തുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി അടക്കം എത്തുമെന്നാണ് ഇപ്പോഴും നേതാക്കൾ പറയുന്നത്. അർജുൻ, ഇടത് ക്യാമ്പ് എന്തായാലും നിലമ്പൂർ നിലനിർത്തുമെന്ന് ഉറച്ചു തന്നെയാണ്. വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ടൊരു വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്വരാജിന്റെ പര്യടനമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ പ്രചാരണത്തിനായി മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിൽ എത്തുമല്ലേ?
ശ്രുതി, അങ്ങനെ തന്നെയാണ്. എന്തായാലും ഏറെക്കാലത്തിന് ശേഷം CPIM പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. മാത്രവുമല്ല, അവരുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതാവിനെ തന്നെ അവർ മത്സരത്തിനായി ഇറക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേഡർ വോട്ടുകൾ പൂർണ്ണമായും ഒട്ടും തന്നെ ചോർച്ചയില്ലാതെ സമാഹരിക്കാൻ കഴിയും. അതിന് പുറമെ മറ്റ് വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മാത്രവുമല്ല, ഈ PV അൻവർ ഉയർത്തിയ പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് പിന്നാലെ PV അൻവർ മുന്നണി വിട്ട് UDF-ലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ UDF-ലേക്ക് കയറാനും കഴിഞ്ഞില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വിജയം എളുപ്പമാണ് എന്നാണ് LDF ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ പ്രചാരണത്തിലേക്ക് LDF-ഉം കടക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ നിലമ്പൂർ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇനി ഓരോ പഞ്ചായത്ത് തല കൺവെൻഷനിലും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 3 ദിവസം മുഖ്യമന്ത്രി പൂർണ്ണമായും നിലമ്പൂരിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ ദിവസം കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് എത്തും. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലായിരിക്കും മുഖ്യമന്ത്രി എത്തുക. എന്തായാലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് നിലമ്പൂരിൽ LDF-ന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും എത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളാരും തന്നെ പങ്കെടുക്കുന്നില്ല. പക്ഷേ മറ്റ് നേതാക്കൾ, സംസ്ഥാനത്തെ നേതാക്കളൊക്കെ തന്നെ ഇന്നത്തെ പ്രചാരണത്തിൽ ഉണ്ടാകും. സ്വരാജ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനിയിപ്പോൾ പൂർണ്ണമായും മുഴുവൻ സമയം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. യെസ്, മുഖ്യമന്ത്രി കൂടി 3 ദിവസം മണ്ഡലത്തിൽ പര്യടനം നടത്തുമ്പോൾ ആ ഒരു ആവേശം എത്രയായിരിക്കുമല്ലേ? അതെ. ഇനി നമുക്ക് PV അൻവറിന്റെ കാര്യം അറിയണം. PV അൻവറും ഇന്ന് മുതൽ ഉഷാറാക്കി തുടങ്ങുകയാണല്ലേ അർജുൻ? അതെ, ഈ മുന്നണി സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ്, അത്തരത്തിലൊരു കൃത്യമായ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് PV അൻവർ അവസാന നിമിഷം ഈ ലാപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും PV അൻവർ ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. പെട്ടെന്ന് സ്ഥാനാർത്ഥി ആയി വരുന്നു, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ വേരുകളില്ലാത്ത ഒരു പാർട്ടിയാണ്. അത്തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പരമാവധി ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു ശക്തി പ്രകടനം തന്നെയാണ് ഇന്നലെ PV അൻവർ നടത്തിയത്. അത്തരത്തിലുള്ള റോഡ് ഷോയും ഒക്കെ തന്നെ ഇന്നലെ കണ്ടതാണ്. അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളുകൾ കൃത്യമായി ലഭിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് വോട്ടർമാരെ കാണും എന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ PV അൻവർ കളത്തിലുണ്ടാകും. അദ്ദേഹം നിലമ്പൂരിൻ്റെ എല്ലാ മേഖലയിലും എത്തി വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷ മേഖല, അതോടൊപ്പം തന്നെ മലയോര മേഖല, അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് PV അൻവറിൻ്റെ പ്രതീക്ഷ. ആ മേഖലയിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും PV അൻവറും പൂർണ്ണമായും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒപ്പം NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ സന്ദർശനം, ഇന്നത്തെ പ്രചാരണമൊക്കെ എങ്ങനെയാണ്? ശ്രുതി, BJPയും അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന് തീരുമാനിച്ചൊരു മുന്നണിയാണ് NDA. പക്ഷേ പ്രാദേശിക നേതൃത്വം ഇടപെടുന്നു. അവർ വലിയ പിടിവാശി കാണിക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പാകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി വേണം എന്നാവശ്യപ്പെട്ട് ഒടുവിൽ അവസാനം വന്ന സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ്. പക്ഷേ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ അദ്ദേഹവും പ്രചരണ രംഗത്ത് സജീവമാണ്. പ്രത്യേകിച്ച് ഈ ഏതാണ്ട് 18% ക്രൈസ്തവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടുകൾ ഒന്നാകെ സമാഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇത് ഒരു നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പും ഒപ്പം ക്രൈസ്തവ സഭകളുമായും ക്രൈസ്തവ വിഭാഗവുമായും കൂടുതൽ അടുക്കാനുള്ള BJPയുടെ കഴിഞ്ഞ കുറേ കാലമായുള്ള ശ്രമത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. എന്തായാലും നിലമ്പൂരിൽ മറ്റ് മുന്നണികൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ക്രൈസ്തവ ഇതര സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ക്രൈസ്തവ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ആ വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. എന്തായാലും ക്രൈസ്തവർക്ക് BJP ഒരിക്കലും അത്തരത്തിൽ BJPയിലേക്ക് ഒരിക്കലും അയിത്തമില്ല എന്ന് തന്നെയാണ് മോഹൻ ജോർജ് പറഞ്ഞത്. മാർത്തോമ സഭ വിഭാഗക്കാരനാണ്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രചാരണം നടത്തുന്നുണ്ട്, വിവിധ ആളുകളെ കാണുന്നുണ്ട്. നിലമ്പൂർ കോവിലകത്തിലടക്കം അദ്ദേഹം എത്തുന്നുണ്ട്. അത്തരത്തിൽ പരമാവധി ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ഇന്നലെ NDAയുടെ നേതാക്കളായ രാജീവ് ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട റോഡ് ഷോയിലടക്കം പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ നേതാക്കളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് നിലമ്പൂരിൽ നിന്നുള്ള ആ ചൂടോടുകൂടിയുള്ള വാർത്തകൾ പങ്കുവച്ചത്.